16ാമത് ഷാർജ ചിൽഡ്രൻസ് റീഡിംഗ് ഫെസ്റ്റിവലിന് പ്രൗഢഗംഭീരമായ തുടക്കം. 2025 ഏപ്രിൽ 23 ബുധനാഴ്ച മുതൽ മെയ് 4 ഞായറാഴ്ച വരെ ഷാർജ എക്സ്പോ സെന്ററിൽ നടക്കുന്ന ഈ മേളയുടെ സവിശേഷതകൾ ഏറെയാണ്. യുഎയുടെ സാംസ്കാരിക തലസ്ഥാനമെന്ന് വിശേഷിപ്പിക്കുന്ന ഷാർജ എന്ന ഈ ചരിത്ര ഭൂമികയിലെ ഫെസ്റ്റിവൽ കുട്ടികൾക്കും മുതിർന്നവർക്കും വായനയോടുള്ള സ്നേഹം വർദ്ധിപ്പിക്കുന്നതിന് മാത്രമല്ല ഉപകരിക്കുന്നത്. കഴിഞ്ഞ 16 വർഷങ്ങളിൽ കുട്ടികളിൽ വന്ന മാനസിക, ശാരീരിക, ബൗദ്ധിക മാറ്റങ്ങളും കാലത്തിനനുസരിച്ചുള്ള അവസരങ്ങളും നേട്ടങ്ങളും ലോകത്തിനെ വിളിച്ചറിയിക്കുന്ന ഈ സംരംഭത്തിന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, റോബോട്ടിക് സയൻസ് തുടങ്ങിയ നൂതന സാങ്കേതിക വിദ്യകളുടെയും ഇനി ഈ ലോകത്തിൻ്റെ സ്പന്ദനങ്ങളും വിജയമന്ത്രങ്ങളും ആകാൻ പോകുന്ന ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിലെയും കലാ, സാഹിത്യ, സാമൂഹിക, സാംസ്കാരിക രംഗങ്ങളിലെയും സർഗവൈഭവങ്ങൾ വെളിച്ചം പകരുന്നു. ഷാർജ ഭരണാധികാരിയും സുപ്രീം കൗൺസിൽ അംഗവുമായ ഹിസ് ഹൈനസ് ഷെയ്ഖ് ഡോക്ടർ സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഖാസിമിയുടെയും അദ്ദേഹത്തിൻ്റെ പ്രിയ പത്നിയും സുപ്രീം കൗൺസിൽ ഫോർ ഫാമിലി അഫയേഴ്സ് ചെയർപേഴ്സണുമായ ഷെയ്ഖ ജവഹർ ബിന്ത് മുഹമ്മദ് അൽ ഖാസിമിയുടെയും രക്ഷകർത്തൃത്വത്തിൽ ഷാർജ ബുക്ക് അതോറിറ്റിയാണ് ഈ മേള നടത്തുന്നത്. 2025 മെയ് 4 വരെയുള്ള ഈ അറിവിൻ്റെ ഉത്സവത്തിൽ ലോകോത്തര നിലവാരമുള്ള 30 രചയിതാക്കളും ചിത്രകാരന്മാരും പങ്കെടുക്കുന്നുണ്ട്. 10 രാജ്യങ്ങളിൽ നിന്നുള്ള ഷോർട്ട് ഫിക്ഷൻ നോവലുകൾ, സയൻസ് ഫിക്ഷൻ, ഗ്രാഫിക് നോവലുകൾ എന്നിവയും ലോകത്തിൻ്റെ ബെസ്റ്റ് സെല്ലിംഗ് ആയിട്ടുള്ള പുസ്തകങ്ങളുടെ രചയിതാക്കളും എത്തുന്നുണ്ട്. ഡൈവ് ഇൻ ടു ബുക്സ് എന്നാണ് ഇത്തവണത്തെ ഷാർജ ചിൽഡ്രൻസ് റീഡിംഗ് ഫെസ്റ്റിവലിൻ്റെ പ്രമേയം. കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും ഏറെ കാര്യങ്ങളുണ്ട് ഈ മേളയിൽ നിന്ന് പഠിക്കുന്നതിന്. 12 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ മേള നൽകുന്ന പാഠങ്ങൾ നമ്മുടെയെല്ലാം ജീവിതത്തിൻ്റെ വിജയത്തിന് ഉപകരിക്കുന്ന ഒത്തിരി കാര്യങ്ങളാണ്. കാരണം മുമ്പൊക്കെ സ്കൂൾ കുട്ടികൾക്ക് വേണ്ടി മാത്രമായിരുന്നെങ്കിൽ ഇപ്പോൾ പാരൻസിനും മറ്റുള്ള പൊതു പബ്ലിക്കിനൊക്കെ എല്ലാവർക്കും കൂടി കൂടിയിട്ടുള്ള ഒരു ആക്ടിവിറ്റീസാണ് ഇപ്പോൾ ഗവൺമെൻറ് ഫ്രീ ആയിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ടെക്നോളജി കൊണ്ടും പുസ്തകം കൊണ്ടും നമ്മൾക്ക് എല്ലാവർക്കും വേണ്ടുന്ന ഒരു ഉത്സവമായിട്ട്, ഒരു ആഘോഷമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്.